ഏവർക്കും നമസ്കാരം. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മാസം തോറും നൽകുന്ന അവയവ മാറ്റം കഴിഞ്ഞ വ്യക്തികൾക്കുള്ള മരുന്ന് നൽകൽ പരിപാടികളെ 6ാമത്തെ മാസത്തെ മരുന്ന് വിതരണമാണ് നമ്മൾ നടത്തുന്നത്. ദയയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, കാരണം എല്ലാ മാസവും എന്താണ് ദയ എന്നും ദയയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നും നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഇപ്പൊ ഇലക്ഷനിലേക്ക് ചൂടുപിടിച്ച് എല്ലാവരും ഒരുപാട് തിരക്കാണ്. ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഇന്ന് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് അറിയിക്കാൻ നിങ്ങളുടെ കൂടെ എത്തിച്ചേർന്ന ഓരോരുത്തരോടും എന്റെ സ്നേഹം അറിയിക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രഷററും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ദയയുടെ ഏറ്റവും ഊർജ്ജസ്വലരായ പ്രവർത്തകർ ഏത് പരിപാടിയുണ്ടെങ്കിലും അതിൽ ഏറ്റവും ആദ്യം എത്തുകയും അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുന്ന ഞങ്ങളുടെ ഏറ്റവും കരുത്തനായ സാരഥിയായ ശ്രീ ശങ്കർജി കോങ്ങാടിനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മള് മരുന്നു നൽകൽ പദ്ധതിയുടെ 6ാമത് മാസത്തെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവരോടും ആദ്യമായി സന്തോഷം അറിയിക്കുകയാണ്. നമ്മള് 6 മാസം മുമ്പ് തുടങ്ങി വെച്ച ഈ പദ്ധതി ആരോഗ്യശാസ്ത്രം ജനമനസ്സുകളിലേക്ക് പാൽപായസം പോലെ ഇടപെട്ടിരുന്ന പ്രിയപ്പെട്ട ഡോക്ടർ സൗമ്യ സെൻ ഉദ്ഘാടനം ചെയ്ത് തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം, അതുപോലെ തന്നെ കഴിഞ്ഞ മാസം നമുക്കറിയാം ദയയുടെ ഏറ്റവും പ്രിയകരനായ വിദ്യാശങ്കർ സർ, കാരുണ്യത്തിന്റെ കടൽ പോലെയുള്ള മനസ്സ്, അദ്ദേഹമാണ് കഴിഞ്ഞ വർഷത്തോടെ ഉദ്ഘാടനത്തിന് എത്തിയത്. ഇപ്രാവശ്യം ഏറെ ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട പ്രേംദാസ അദ്ദേഹം വിശ്വസ് എന്ന ജില്ലയിലെ പ്രസ്ഥാനത്തിന്റെ ജില്ലാ കലക്ടർ ചെയർമാനായിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി കൂടിയാണ്. പാലക്കാടിന്റെ പൊതുരംഗത്തിൽ നിലനിന്നു നിൽക്കുന്ന ബഹുമാന്യനായ നമ്മുടെ പ്രേംദാസ അദ്ദേഹമാണ് ഈ ചടങ്ങ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ കൂടിയാണ്. ആദ്യമായി ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രിയങ്കരനായ ബഹുമാന്യനായ പ്രേംദാസ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ, ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് 2015 രൂപം കൊടുത്ത് ഈ 6 വർഷക്കാലം കൊണ്ട് 260-ലധികം അംഗങ്ങൾ സ്വമനസ്സാലെ ഈ പ്രസ്ഥാനത്തിന്റെ സുതാര്യമായ പ്രവർത്തനങ്ങൾ കണ്ട് അംഗത്വം ഏറ്റെടുത്ത വലിയൊരു പ്രസ്ഥാനമായി മാറ്റിയ ഇതിന്റെ പ്രിയങ്കരനായ അമരക്കാരൻ ബഹുമാന്യനായ ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഇ വി രമേശ് അവരുടെ ഈ യോഗത്തിലേക്ക് അതുപോലെ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രസ്റ്റി ഷുഗറിന്റെ പ്രശ്നം അവിടേക്ക് വരുന്നു. ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിലെ നമ്മളൊക്കെ വിളിക്കുന്ന ശബ്ദം, ദയയുടെ ശബ്ദം എന്നാണ്
പ്രിയങ്കരയായ നമ്മുടെ ദീപ ടീച്ചർ ദീപ ജയപ്രകാശ്. അതുപോലെ ദീപ ജയപ്രകാശ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശബ്ദമാധുര്യം കൊണ്ട് ദേവിയുടെ വേദികളെ അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട ദീപ ജയപ്രകാശ് അവരുടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ശ്രീ പപ്പൻ എല്ലാവർക്കും വേണ്ടിയും ആദ്യം എത്തിച്ചേർന്ന് എല്ലാ മുന്നേറ്റങ്ങൾക്കും എല്ലാ പുനരൊരുക്കങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ദയയുടെ പപ്പൻജി, അങ്ങേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയനായ കാത്തിക്കുള്ളിലെ കലാകാരൻ എന്ന് നമ്മൾ പറയും, പ്രിയങ്കരനായ നമ്മുടെ SI ഹംസസ്ഥാനം എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ അടുത്ത കാലത്ത് ദയക്ക് കിട്ടിയ പാലക്കാട് ടൗണിൽ നിന്ന് കിട്ടിയ ഒരു വലിയ വ്യക്തിത്വമാണ് ശ്രീ രാമേന്ദ്ര സാർ. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഈ യോഗത്തില് ബിനു എത്തിച്ചേർന്നതിന് ബിനുവിന് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ പ്രമോദ് മാത്തൂർ, അദ്ദേഹയുടെ ഊർജ്ജസ്വനായ പ്രമോദ് മാത്തൂർ, അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. ഇതെല്ലാം കൂടി ഇപ്രാവശ്യം ഏറെ സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കാൻ രണ്ട് വിളിക്കാൻ മാതൃക ദമ്പതികളാണ്. ബാംഗ്ലൂരിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മഞ്ജുള ശ്രീജിത്ത് ദമ്പതികൾക്ക് അവരുടെ കൊച്ചുകൊടുക്കും ഏറെ ഈ യോഗത്തിലേക്ക് ഭാഗവുമായ സ്വാഗതം, എല്ലാവരെയും പേരിൽ ഭാഗവുമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ ഉപഭോക്താക്കൾ, നമ്മുടെ മരുന്നിന്റെ ഉപഭോക്താക്കൾ, അതില് ഇന്ന് ശിവദാസ് പൂർണ്ണമായിട്ടില്ല, ശിവദാസ് അതുപോലെ പറളിയിലുള്ള സുരേഷ് രണ്ടുപേര് എത്തിയിട്ടില്ല. അപ്പൊ സുരേഷ് വിളിച്ച് അറിയിച്ചിരിക്കുന്നവർക്ക് ഭാര്യയ്ക്ക് ഭർത്താവിന് പനിയാണ്. ഇവിടെ വന്നെങ്കിൽ ആരെങ്കിലും പ്രശ്നം ഉണ്ടായെന്നോ അതുകൊണ്ട് വരാതിരിക്കുകയാണ്. അത് മരുന്ന് ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശിവദാസിന്റെ വിവരം കിട്ടിയില്ല, എന്താണെന്ന് മനസ്സിലായില്ല. വിളിച്ചപ്പോൾ കിട്ടിയില്ല, പക്ഷെ അദ്ദേഹം മെസ്സേജ് നോക്കിയിട്ടുണ്ട്. അപ്പൊ അത് എത്തുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കൂടിയിട്ടുള്ള മരുന്നിന്റെ ഗുണഭോക്താക്കളായി എത്തിയിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട ജനാർദ്ദന സാർ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്ന് ശ്രമിക്കണം. അതുപോലെ പ്രിയപ്പെട്ട രഞ്ജിത്ത്, ദയയുടെ എല്ലാവർക്കും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ദയയുടെ എല്ലാ ധീര സാരഥികൾക്കും അഭിനേകാഭിഷേകർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. കൂടുതൽ പറയുന്നില്ല, കാരണം നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഉദ്ഘാടകൻ അദ്ദേഹത്തിന് അത്യാവശ്യമായി എത്തി വളരെ തിരക്കുകൾക്കിടയിൽ നിന്നാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ തിരിക്കണമെന്ന് ദീപിടിച്ചുകൊണ്ട് ഞങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഊഷ്മളമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി ശങ്കർജി. അടുത്തതായി ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമുക്ക് ഏവരുടെയും പ്രിയങ്കരനായ മാത്തൂർ 2 വില്ലേജ് ഓഫീസറായ ദയാചാര്യപുരം ട്രസ്റ്റ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ ശ്രീ EB രമേശ് സാറാണ്. സാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാനിപ്പോൾ ഓർത്തതാണ്. നമുക്ക് ഏവർക്കും മാതൃക, എന്നും അന്നും ഇന്നും എന്നും മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മദർ തെരേസ. പാവങ്ങളുടെ മാലാഖ എന്നറിയപ്പെടുന്ന മദർ ആദ്യമായി കാരുണ്യ പ്രവർത്തനം തുടങ്ങിയപ്പോൾ, ആദ്യമായിട്ട് ഒരാളുടെ മുന്നിൽ കൈ നീട്ടിയപ്പോ, ഒരാൾക്ക് വേണ്ടി, അതായത് രോഗിക്ക് വേണ്ടി കൈ, നിങ്ങളെല്ലാം കേട്ടതായിരിക്കും, വലിയ കഥയൊന്നും അല്ല, പേടിക്കണ്ട.
സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ, വിശ്വാസിന്റെ സെക്രട്ടറി, പാലക്കാടിന്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന വ്യക്തിത്വമായിട്ടുള്ള ദൈവമായിട്ടുള്ള പ്രേരണ സർ, ഈ ചടങ്ങിനെ സ്വാഗതം നൽകിയ ദൈവ ട്രഷറർ നമുക്കേറെ പ്രിയപ്പെട്ട ശങ്കർജി കൊങ്ങാട്, വളരെ മനോഹരമായിട്ട് ഇതിന് അവതാരിക അല്ലെങ്കിൽ അവതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവയുടെ ട്രസ്റ്റിയും ദൈവയുടെ ശബ്ദവുമായിട്ടുള്ള ശ്രീ ദീപാജി പ്രകാശ്, ഇന്നത്തെ ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാനായിട്ട് ചേർന്നുള്ള ശ്രീ പത്മനാഭൻ, ശ്രീ അമിത് സർ, ശ്രീ വിനു, നന്ദി പറയുന്നതിനായിട്ട് ചേർന്നുള്ള ശ്രീ പ്രമോദ്, ദൈവയുടെ അഡ്വൈസറി ബോർഡംഗം ശ്രീ ജനാർദ്ദൻ കോട്ടായി, ശ്രീ ജയപ്രകാശ് നെയ്മൂശി, ബാംഗ്ലൂരിൽ നിന്ന് ചേർന്നുള്ള പ്രിയപ്പെട്ട ദൈവകുടുംബാംഗങ്ങൾ ശ്രീ ശ്രീജിത്ത്, അഞ്ജുള, ശ്രീമതി കവിത, മറ്റു ദൈവയുടെ പ്രവർത്തകരെ, ഇന്നത്തെ ഈ ചടങ്ങിനെ ചേർന്നുള്ള ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ, ദയാചരിത്ര ട്രസ്റ്റ് അവയവ സ്വീകരണക്കാർക്ക് നൽകുന്ന പദ്ധതി ആരംഭിച്ചത് ഇന്നേക്ക് 6 മാസമായി. ഒരു വർഷത്തേക്ക് 10,000 രൂപ വരെ വില വരുന്ന ഒരാൾക്ക് 10,000 രൂപ വരെ വില വരുന്ന മരുന്നുകൾ നൽകുക. 10 ഗുണഭോക്താക്കളെയാണ് നമ്മൾ നാട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇന്ന് 2 പേർ കൂടിയിട്ട് പുതുതായിട്ട് എത്തിച്ചേർന്നു. 12 പേർക്കോളം നമ്മൾ മാസത്തോളം മരുന്ന് നൽകുക. അവയവ മാറ്റിവെക്കൽ രംഗത്തൊക്കെ പലരും ഉണ്ടായപ്പോഴെല്ലാം രൂപീകരിച്ചുകൊണ്ട് ഇതേപോലെ സഹായങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും അവയവം മാറ്റിവെച്ചവരുടെ ദുരിതങ്ങൾ കാണുന്ന ആരുമില്ല. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇത്രയും പേര് വരുന്ന മരുന്ന് നൽകുന്ന ഒരേ ഒരു പ്രസ്ഥാനം ദയാചാര്യ ട്രസ്റ്റ് മാത്രമായിക്കൊണ്ട് ആളുകൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ജീവകാരുണ്യ മേഖലയിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളാണ്. അവയവം മാറ്റിവെച്ചതിന് ശേഷം ജീവിക്കാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന പാവങ്ങളായ ആളുകൾ ഞങ്ങൾക്ക് മരുന്നിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാമോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പൊ അവർക്ക് ഞങ്ങൾക്ക് പരിശോധിച്ചപ്പോൾ അവരുടേതായിട്ടുള്ള ഒരുപാട് സംഘടനകളുണ്ട്, കടലാസ് സംഘടനകൾ ഒരുപാട് സംഘടനകളുണ്ട്. പക്ഷെ അത്തരം സംഘടനകൾ എന്ന് പറയുന്നത് താൽക്കാലികമായി അവയവം ഡൊണേറ്റ് ചെയ്ത ആളുകൾ ഒരു അംഗീകാരം കൊടുക്കുകയോ അല്ലെങ്കിൽ അവയവം സ്വീകരിച്ച ആളുകൾക്ക് അംഗീകാരം കൊടുക്കുകയോ അല്ലാതെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സംഘടനകളില്ല. തീർച്ചയായിട്ടും ഇതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ടാണ് ദയാചാര്യ ട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ളത്. 6 മാസം കൂടി കഴിയുന്നതിനാൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ടെങ്കിലും ലോകമെമ്പാടുമുള്ള ദൈവയുടെ സുമനസ്സുകളായിട്ടുള്ള അഭ്യുദയ കാംക്ഷികൾ ഇക്കാര്യത്തിൽ തുടർന്നു കൊണ്ടുപോകാനായിട്ട് ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത വർഷം 12 പേർക്ക് മാത്രമല്ല, ഒരു ചുരുങ്ങിയത് 50 പേർക്ക് മാത്രം ഉയർത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവയുടെ അഭ്യുദയ കാംക്ഷികൾ നല്ലതായ സുമനസ്സുകൾ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഏറ്റവും അർഹതപ്പെട്ട ഇതിൽ പലരും അവരുടെ അനുഭവങ്ങൾ പറയുകയുണ്ടായി, ഞങ്ങൾക്ക് ഇതിന്റെ മാറ്റിവെച്ചോടെ ജീവിക്കുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അതിന് ശേഷമുള്ള ജീവിക്കാനുള്ള മരുന്നുകൾക്ക് എത്രത്തോളം ബാധിച്ചതാണ് എന്ന് അറിയുമെങ്കിൽ ഞങ്ങൾ ഇതിന് മുന്നിലില്ലായിരുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവർ വളരെ ചുരുക്കം പേർ മാത്രമേ ഉള്ളൂ, 3 വർഷം മാത്രമാണ് ജീവിക്കുന്നത്. ഇവരെ പോലെ ഞങ്ങൾ ഒരുപാട് ആളുകൾ പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളുണ്ട്. പാലക്കാട് ജില്ലയിലെ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഇപ്പോൾ നോക്കുന്നു. ഒരുപാട് പേർ ഇതേപോലുള്ള മരുന്ന് അവയവം
കാര്യത്തിൽ ഇവിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനും പ്രേരണാസ്ഥാനത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഓഫീസിലെ പണിയൊക്കെ മതി. ഓഫീസിലെ പണിയൊക്കെ വന്നാൽ അവർക്ക് യാതൊരു കുഴപ്പമില്ല. കുറച്ച് കൈക്കൂലി കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാതെ ഇരിക്കണമെന്നാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ സമൂഹത്തെ സേവിക്കാനായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വരുമ്പോൾ അവനെ ശത്രു എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയായിരിക്കും. അവൻ സഹപ്രവർത്തകരായ ആളുകളായിരിക്കും. പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ചുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അധികാരികളുടെ ഇടയിൽ നിന്ന് അധികൃതരുടെ ഇടയിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത്രത്തോളം നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഒരുപാട് സമ്മാനം കോടികൾ കരയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ കോടികളെല്ലാം സമ്മാനം കിട്ടുന്നവരാണ് രമേശൻ നിൽക്കുന്നതൊക്കെ ആണ് പറയുന്നത്. മാന്യമായി ചെയ്യുന്ന തൊഴിൽ നിന്നുള്ള ശമ്പളമല്ലാതെ മറ്റു വരുമാനമൊന്നും വാങ്ങാത്ത അല്ലെങ്കിൽ ഒരു കൈക്കൂലി വാങ്ങാത്ത ഉദ്യോഗസ്ഥനാണ്. എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇത് ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ കിട്ടുന്ന സംതൃപ്തി, ആ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതിന്റെ പ്രവർത്തകരായ ആളുകളുടെ മുഖത്തുവിടുന്ന നിർവൃത്തി, അത് കാണുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മനിർവൃത്തി, അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ എത്രത്തോളം തകർത്താൻ വേണ്ടി ഏതെല്ലാം കോടികൾ ശ്രമിച്ചാലും അതല്ല. കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മാത്രമേ ഈ രമേശനെ പേടിക്കുള്ളൂ. ഈ രമേശൻ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഒന്നിനെയും കഴിയില്ല. സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ ജോലി പോകേണ്ടി വലിച്ചെറിയാൻ വേണ്ടി യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. എന്നുള്ള വാക്കിൽ ഊന്നിക്കൊണ്ടാണ് എന്റെ പ്രവർത്തനം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സർ. അടുത്തതായി ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനത്തെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞെങ്കിൽ അത് ശരിയാവില്ല. പ്രേംനാഥ് സർ, ഞങ്ങളുടെ സ്വന്തം പ്രേമേട്ടൻ, അദ്ദേഹം സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ ഇരകൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന വിശ്വാസ് എന്ന സംഘടനയുടെ സെക്രട്ടറിയാണ്. അതിലുപരി പാലക്കാടിന്റെ എല്ലാ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലും ഇടപെടുന്ന ഏറ്റവും നല്ലൊരു സാമൂഹ്യ പ്രവർത്തകർ കൂടിയാണ്. പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിൽ നിന്നും വ്യത്യസ്തനായ, നമ്മുടെ നിയമപാലകരിൽ നിന്നും വ്യത്യസ്തനായ ഒരു വ്യക്തി തന്നെയാണ് പ്രേമേട്ടൻ. എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി എടുക്കുകയും ദയാചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആദ്യ പ്രവർത്തനങ്ങൾ മുതൽ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയും എപ്പോഴും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള സമീപനം വരികയും ചെയ്യുന്ന, എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ജ്യേഷ്ഠ സഹോദരനായി ഞാൻ എന്നും സ്നേഹിക്കുന്ന, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം പ്രേമേട്ടൻ ഒരുപാട് തിരക്കാണ് കോടതിയിലും ഒക്കെ. പക്ഷെ എന്തെങ്കിലും എന്ത് കാര്യത്തിന് പക്ഷെ പ്രേമേട്ടനുമായി ബന്ധപ്പെട്ട കാര്യമല്ലെങ്കിൽ പോലും അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തിന് സത്യമുള്ള മെസ്സേജുകൾ ഇട്ട് വെറുപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് സാർ പറയുന്നത് എനിക്കറിയില്ല. കാരണം എന്ത് കാര്യം എപ്പോൾ ചോദിച്ചാലും അത് എനിക്ക് തിരക്കാണ്, നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് ഇന്ന് ഈ നിമിഷം വരെ പറയാതെ എല്ലാത്തിനും നമ്മളോടൊപ്പം, അത് പ്രത്യേകിച്ച് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് ഏറെ സഹായപ്പെടുക ഏറ്റവും വലിയൊരു വെൽവിഷൻ കൂടിയായ പ്രേംനാഥ് സർ, പ്രേമേട്ടന് ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. പ്രേമേട്ടനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. രമേശ്, ടീച്ചർ, ശങ്കർജി, രാമചന്ദ്രൻ, പ്രിയപ്പെട്ട നയയുടെ കുടുംബാംഗങ്ങളെ, വളരെ സന്തോഷത്തോടുകൂടിയും ചാരിതാമൃതത്തോടുകൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ നിൽക്കുന്നത്. ഈ പരിപാടിയിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ ഞാൻ നിരവധി പലതവണ ശ്രമിച്ചു. ദൈവത്തിന്റെ ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ വേറെ ആരോടുള്ള വ്യക്തിപരമായ കുഴപ്പമൊന്നുമല്ല. ഇന്നൊരു ഒഴിവ് ദിവസമാണ്, പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് വിശ്വാസത്തിന്റെ
സംസ്ഥാന സർക്കാരിന്റെ ആണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ആണെങ്കിലും യുണൈറ്റഡ് നേഷൻസും അതുപോലെ വേൾഡ് ബാങ്ക് അങ്ങനെയുള്ള പല ഓർഗനൈസേഷൻസും നേരിട്ട് ആവശ്യമുള്ളവർക്ക് ആവശ്യങ്ങൾ നേരിട്ട് സർക്കാർ തലത്തിൽ എത്തിക്കാതെ അത് കൂടുതൽ NGO വഴി താഴത്തിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് 15-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മണ്ണാർക്കാട് പ്രൊഫസറായിരിക്കും നിരന്തരമായിട്ട് അട്ടപ്പാടിയിൽ ഫീൽഡ് സർവീസിന്റെ കോർഡിനേറ്ററൊക്കെ ധാരാളം പരിപാടികൾ ചെയ്തു. അപ്പൊ അവിടെ പോകുന്ന സമയത്ത് 100 രൂപ ഒരു ആദിവാസിക്ക് സർക്കാർ ചെലവഴിക്കുമ്പോൾ ആദിവാസികൾക്ക് കയ്യിൽ കിട്ടുന്നത് 6 രൂപയാണെന്നാണ് പറയുന്നത്. ബാക്കി 94 രൂപയും പല ആവശ്യങ്ങൾ സർക്കാരിന്റെ പല കാര്യങ്ങൾക്കാണ് കൊണ്ടുവരാൻ വേണ്ടി ഇത് ചെയ്യുന്നത്. അതേസമയം ഒരു NGO-നെ ഏൽപ്പിക്കുന്ന സമയത്ത് ഏകദേശം 64 രൂപ അപ്പോഴും വരുന്നത് 64 രൂപ കിട്ടുന്നതാണ് കണക്ക് ആവശ്യത്തിന് മേഖലയോട് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് NGO-കാർക്കുള്ള വലിയൊരു വിശ്വാസത വരികയും ആ വിശ്വാസത്തെ പലരും വൺമാൻ NGO-യിൽ മാറി. അതായത് ഒരാളിനെ ചെയ്യാം, ഒരാൾ അതേ സമയത്ത് 5-6 പ്രൊജക്ടുകൾ സർക്കാരിന്റെ വേൾഡ് ബാങ്കിന്റെ പ്രൊജക്ടുകൾ ഒരുമിച്ചെടുക്കാം. ഒരേ ഫോണ്, ഒരേ ഓഫീസ് റൂമോ, ഒരേ ഫർണിച്ചർ എല്ലാം പല രീതിയിൽ കാണിക്കുക, വാടക അങ്ങനെ ഒരു കച്ചവടമായിട്ട് മാറുന്ന സാമൂഹ്യ സേവന കച്ചവടമായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ ഏത് NGO-നെ കുറിച്ച് ഇതുപോലെ ഓർഗനൈസേഷനെ കുറിച്ച് വളരെ സംശയമായിട്ടാണ് നോക്കുന്നത്. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്ലാസ് എടുക്കുമ്പോൾ സ്ഥിരമായിട്ട് പറയാറുണ്ട്, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മാനസികത്തെ ജില്ലകളിലെ NGO-നെ കണ്ടെത്തി NGO-നെ അവർക്ക് സഹായിച്ചു പ്രവർത്തിക്കും. സാറേ NGO കള്ളന്മാരെന്ന് പറയാം, കാശിരിക്കാനാണ് എന്നാണ് പോലീസുകാർ പറയാറ്. ഇന്നലെ അത് അങ്ങനെ ഒരു കൺസെപ്റ്റ് അവർ മനസ്സിൽ വരാൻ കാരണം ഈ ഇതിനെ നമ്മൾ പറയാമല്ലോ, ആട്ടിപ്പോലഞ്ഞ ചെന്നായ്ക്കള് ഈ സാമൂഹ്യ സേവന രംഗത്ത് ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്ന് തിരിച്ചും വ്യത്യസ്തമായിട്ടാണ് ദയെ പോലുള്ള ഒരു കൂട്ടം ആൾക്കാർ. ദയയിൽ ഞാൻ അംഗമല്ലാതെ ഉള്ളൂ, പിന്നെ അംഗമാരെ കുറെ നോക്കി ടീച്ചറെ. പക്ഷെ ഞാൻ നിരസിക്കാറിയോ എന്റെ കുടുംബത്തിൽ ഞാൻ പുറത്തു പോയി വരും ദയ ഏറ്റെടുക്കേണ്ടി വരും. എന്നുവെച്ചാൽ പല സംഘടനകളും അംഗമാവുകയും അതിലൊക്കെ ചേർന്ന സംഘടനകളിൽ പിന്നെ അംഗമായിട്ട് ഇരിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഉറപ്പാണ് അഭിപ്രായങ്ങളെയും ഭാരവാഹിയാകും ഇതിനെനിക്ക് ഞാൻ നടക്കുന്നതാണ്. ഏകദേശം വീട്ടിൽ നിന്ന് പുറത്താവുന്നത് ഏകദേശം സ്ഥിതിയാണ്. അത് പല ശേഷം നമ്മളെ ഇങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ വരില്ല എന്ന് ഞാൻ പറയുന്നത്. അപ്പോ ഇതുപോലൊരു ഓർഗനൈസേഷൻ അപ്പൊ രമേശൻ പോലെയൊരു വില്ലേജ് ഓഫീസർ, ശങ്കർജി പോലെയുള്ള അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ ആൾക്കാരെ ചേർന്നു, ദീപ ടീച്ചർ, സഹായിക്കുന്ന ജയപ്രകാശ്, കുറെ ആൾക്കാരെ ചേർന്നു. എനിക്ക് 5 വർഷത്തിനുള്ളിൽ 260 ആൾക്കാരെ എടുക്കാം. അതും കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്ടുകൾ നടത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. വളരെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ നമ്മുടെ വിശ്വസിന്റെ പൈസ ഇരിക്കുള്ളൂ. വിശ്വാസം എപ്പോ നൽകുമോ നമ്മളതില് പ്രവർത്തനങ്ങളിൽ കൂടുതൽ നമുക്ക് പോകും. അപ്പൊ അദ്ദേഹം പറഞ്ഞ രമേശ് പറഞ്ഞ പോലെ സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ സേവനം മാത്രം ചെയ്താൽ മതി. ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ ജീവിക്കാനുള്ള പൈസയൊക്കെ വളരെ കിട്ടുന്ന അടമ്പരായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ സാധാരണ ജീവിക്കാനുള്ള പൈസ കിട്ടുന്നുണ്ട്. അതിൽ ഇരുന്നാൽ മതി. പിന്നെ എന്തിനാണ് അപ്പൊ ഇതുപോലത്തെ ആൾക്കാരാണ് അദ്ദേഹത്തിന് രമേശൊക്കെ നേരിട്ട് അനുഭവപ്പെടുന്ന പല കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹം ബുദ്ധിമുട്ടുള്ള അദ്ദേഹത്തിനുള്ള ജോലികളും അത് ഇതുമെല്ലാം കുറെ കാര്യങ്ങൾ അറിയാം. പക്ഷെ നമുക്ക് ഒരിക്കലും പറയാം നമ്മുടെ സംഘടന എത്രത്തോളം സുതാര്യമായിട്ട് നിൽക്കുന്നു, ട്രാൻസ്പെറന്റ് സുതാര്യമായി നിൽക്കുന്നു. നമ്മുടെ അക്കൗണ്ടുകളൊക്കെ വളരെ കറക്റ്റാണ്, നമ്മുടെ അക്കൗണ്ടുകളുടെ എണ്ണം കറക്റ്റാണ്, അവരുടെ സംഖ്യയെ കുറിച്ച് വളരെ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും സംഭവിക്കും. ഒന്നുമില്ലെങ്കിൽ ജനമനസ്സിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ ജനമനസ്സിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതായത് രമേശ് ജോലി രാജിവെക്കുന്നുണ്ട്, ജോലി കൊടുക്കുന്നത് നമുക്ക് ധാരാളം. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് അവൻ സാമൂഹ്യ സേവനത്തിന് വേണ്ടി ജോലി രാജിവെക്കുന്നത്. പണ്ട് ചെയ്തിട്ടുണ്ട് ആരും പല സ്വാതന്ത്ര്യ സമര കാലത്തിന് പറഞ്ഞ് ജോലിയൊക്കെ വലിച്ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ ഇറങ്ങിയില്ല. ഇന്നതല്ല, ചിലപ്പോൾ പിന്നെ വീട്ടിൽ എത്തിക്കാറുണ്ട്. അപ്പൊ എന്തായാലും അതൊരു വലിയ കൈത്താങ്ങായിട്ട് ധാരാളം ആൾക്കാരൊന്നും ഉണ്ടെന്നുള്ളതിലും ദയ ഒരിക്കലും രമേശ് മാറിയാൽ പോലും ദയ അവിടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ദയയുടെ ഏറ്റവും വലിയ ശക്തി. അപ്പോ ഒരു വ്യക്തി പറയാം വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആയിരക്കണക്കിന് വില്ലേജ് ഓഫീസർ ഒരാളാണ് ശ്രീ രമേശ്. ആയിരക്കണക്കിന് കൃഷി ഓഫീസർമാരിൽ ഒരാളാണ് ശങ്കർജി. ആയിരക്കണക്കിന് ടീച്ചർമാരിൽ ഒരാളാണ് MSSമാരിൽ ഒരാളാണ് ദീപ ടീച്ചർ. പക്ഷെ ഇവരെന്താ അറിയാം, ഇവരെ പേര് അറിയപ്പെടുന്നത് അവരൊരു ടീച്ചറാണെന്നോ വില്ലേജ് ഓഫീസറാണോ കൃഷി ഓഫീസറാണോ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടറാണോ എൻഫോഴ്സ്മെന്റ് എംപ്ലോയി ആണോ എന്ന എല്ലാ കാര്യത്തിലല്ല നമ്മൾ അറിയുന്നത്. നമ്മുടെ
പക്ഷെ അത് 3.5 വർഷം പോയത്. 3.5 വർഷം കഴിഞ്ഞാൽ പോലീസുകാർ ഒരു സ്നേഹവും കാണിക്കില്ല. ഒരു സ്നേഹം കാണിക്കില്ല, ഒരു സെക്യൂരിറ്റി ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ വ്യക്തിപരമായി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ആ ഒരു ബഹുമാനം അവരുടെ മനസ്സിൽ നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാവും. എന്തായാലും ഒരു സാമൂഹ്യ സേവന പരിപാടിയിൽ വളരെയധികം ചെയ്യുന്ന ദയയുടെ പല പരിപാടികളിൽ എനിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പങ്കെടുക്കാൻ പറ്റാത്ത പരിപാടികളാണ്
അപ്പൊ എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിതത്തിൽ സുഖം അനുഭവിക്കണം, എനിക്ക് ജീവിതത്തിൽ ആൾക്കാരെ സഹായിക്കണം എന്ന് മനസ്സിൽ എന്റെ ഒരു ആഗ്രഹമുണ്ടാവും. ആ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജീവിക്കുള്ളൂ. എന്നാണ് ജീവിതത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് മരിക്കണം എന്ന് തോന്നി ജീവിതം വേണ്ടായിട്ട് തോന്നി അതുകൊണ്ടുള്ള നമ്മുടെ അവസരമാണ്. അപ്പോ എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ ജീവിതം വേണ്ടാമോ എന്ന് ചിന്തിക്കരുത്. ജീവിതം മുന്നോട്ട് പോകണം. എന്താ വെച്ചാൽ ഓരോരുത്തരെയും ദൈവം ജനിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ലോകത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. നിങ്ങൾ ചെയ്യാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാം. ചെറിയ കാര്യങ്ങളായിരിക്കും, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പലപ്പോഴും ചെയ്യുന്നത്. ഞാൻ അടുത്ത കുറച്ചു കാലം മുമ്പ് ഡീൻ കോളേജ് ഓഫ് മാനേജ്മെന്റ് എന്നൊരു കോളേജിൽ പോയി MBA പഠിപ്പിക്കുന്ന ഞങ്ങളുടെ അടുത്ത സുഹൃത്തായ തോമസ് ജോർജാണ് നടത്തുന്നത്. അപ്പൊ അവിടെ നിർബന്ധമായിട്ട് കുട്ടികളെ സാമൂഹ്യ സേവനം ചെയ്യണം. ആ കുട്ടികൾക്ക് റെസിഡൻഷ്യൽ ആണ്, പക്ഷെ നിർബന്ധമായി സാമൂഹ്യ സേവനം ചെയ്യണം. ഇടയ്ക്ക് ഇരുന്ന് സാമൂഹ്യ സേവനം KSRTC ബസ് വന്നിട്ട് ബസ് കഴിയും. മോളെ MBA കുട്ടികളാണ്, നാളെ വലിയ ഡോക്ടർ വലിയ സ്ഥാപനങ്ങൾ ആൾക്കാരെ അത് ചെയ്യണം. കുറെ കുട്ടികളെ പഠിപ്പിക്കാൻ ആ ഭാഗത്തേക്ക് ട്യൂഷൻ എടുക്കാനായി 10 കുട്ടികൾക്ക് ട്യൂഷൻ എടുപ്പിക്കാനായി ഒരു പയ്യനുണ്ട്. അപ്പൊ എന്നിട്ട് ഞങ്ങളുടെ ഈ പയ്യനെ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ അവൻ ചെയ്യുന്ന സാമൂഹ്യ സേവനം എന്ന് വെച്ചാൽ അവന്റെ അച്ഛനൊരു ബാർബറാണ്. അപ്പൊ അവന് വേറെ കുട്ടികളെ പഠിപ്പിക്കാൻ ആളുകളെ കഴിവൊന്നും അവനില്ല. അപ്പൊ എനിക്ക് മുടി വെട്ടാനാണ്. അപ്പൊ അതുകൊണ്ട് പാലക്കാട് ചുറ്റിലുള്ള അനാഥാലയങ്ങളിൽ എല്ലാ ഞായറാഴ്ചകളും എല്ലാ കുട്ടികളും മുടി വെട്ടി കൊടുക്കും. അവനെ ഇതുകൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു സേവനമാണ് അത്. അവൻ ചെയ്യാവുന്ന മുടി വെട്ടി അവർക്കാണെങ്കിൽ മുടി വെട്ടാനായിട്ട് പൈസ ഫണ്ട് തരണം, അങ്ങനെ 100 പ്രശ്നമാണ് അവൻ ചെയ്യുന്നത്. നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന എന്ത് സേവനം ഏത് സേവനമല്ല, ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നത് മാത്രമാണ്. നമുക്ക് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കുക. ഇവിടെ നിന്ന് സഹായം വാങ്ങുന്നതിന് പോലും ഭാവിയിൽ അവരുടെ മക്കളോ അവർക്ക് വളർന്ന് വലുതായി കഴിഞ്ഞാൽ മനസ്സിലാക്കണം നമ്മളെ സഹായിച്ചത് കുറെ ഇതുപോലത്തെ സ്റ്റുഡൻസുകളാണ്. അപ്പൊ ഈ ഇത് തിരിച്ചു കൊടുക്കണം. തിരിച്ച് സമൂഹത്തിൽ തന്നെ കൊടുക്കേണ്ട ഒരു ബാധ്യത പോലും നമുക്കുണ്ട്. രാമചന്ദ്രൻ സാറിന്റെ മുന്നിലാണ് കിട്ടാനുള്ളത് വലിയതാണ്. ആർട്ട് ഓഫ് ലിവിംഗ് എന്ന പ്രസ്ഥാനം പാലക്കാട് ഉണ്ടാക്കിയതിന്റെ പുറകെ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. BSNL അധികം BSNL പണ്ടേ കൂട്ടിയത്. ഇപ്പൊ അധികം പോയപ്പോഴാണ് കൂട്ടിയത്. അവിടേക്ക് ആൾക്കാർക്ക് ഞാൻ അദ്ദേഹത്തിന് അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അപ്പൊ നല്ല ബന്ധമാണ്. ഓഫീസിൽ പോയപ്പോൾ സർക്കാർ ഓഫീസിനാണെങ്കിൽ വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടൊരു ഇതാണ് അദ്ദേഹത്തിന് പോലെ. ഇതുപോലെയുള്ള ധാരാളം ആൾക്കാർ ഈ ഡയറികളുടെ ഡയറിക്കും എല്ലാ സ്റ്റുഡൻസുകൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞതിന്റെ വാക്കുകൾ ചെയ്തുകൊണ്ട് ജയിക്കും. വളരെ നന്ദി ശ്രീ പേട്നാഥ് സർ. നമുക്ക് ഒരുപാട് അറിവുകളും സാന്ത്വനവും ആശയങ്ങളും എല്ലാം പങ്കുവച്ച നമ്മുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇന്നത്തെ ഉദ്ഘാടകന് നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം. അടുത്തതായി ആശംസകൾക്ക് മുൻപ് സാറ് പോകുന്നതിന് മുൻപ് സാർക്ക് കുറച്ച് തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഗുണഭോക്താക്കൾക്ക് സാറിനോട് സംസാരിക്കാറുണ്ട്. ആദ്യമേ തന്നെ ശ്രീമതി സന്ധ്യയെ വളരെ സ്നേഹത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുന്നു. എല്ലാവരും കൊണ്ടുപോയ പോലെ എല്ലാവരും
യൂണിവേഴ്സിറ്റി മിനി ചില അനുഭവങ്ങൾ പറയുന്നതായിരുന്നു. പുതിയതായിട്ട് കഴിഞ്ഞ നമ്മൾ 10 പേർക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് പുതിയതായി 2 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു. എൻ്റെ പേര് ബാബു. ഞാൻ പെരുമോട്ടോസ് കാബോളി വരുന്നത് 5 വർഷമായി ഓപ്പറേഷൻ ചെയ്യുന്നത്. ഞാൻ സംസാരിക്കുന്ന ആദ്യമായിട്ടാണ്. എനിക്ക് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ഈ പാലക്കാട് ആനാണെങ്കിൽ മാർക്കറ്റിലായിരുന്നു വെജിറ്റബിൾ കമ്മീഷൻ്റെ സ്റ്റാഫായിരുന്നു. അമ്മയുടെ വീട്ടിലായിരുന്നു താമസിക്കുക. അടുത്ത് തന്നെ സ്ഥലത്താണ്. ഓപ്പറേഷൻ ചെയ്ത ശേഷം പെരുമോട്ടോസ് അഡ്മിനിസ്ട്രേഷനിൽ പോയി. അവിടെ പറ്റിയ കുറവുണ്ടായിരുന്നു. അവിടെ
സംഭവം എനിക്ക് അറിയില്ലായിരുന്നു. 2 മാസം മുമ്പ് ഞാൻ പേപ്പറിൽ ചെറിയൊരു പോസ്റ്റ് കണ്ടത്. സാറിന് അന്ന് തന്നെ പറഞ്ഞു 10 പേർക്കാണ് കൊടുക്കുന്നത്, ഇനി കൊടുക്കേണ്ടത് നിങ്ങൾ പരിഗണിക്കാവോ. 2 ആഴ്ച മുമ്പ് എന്നെ കുറിച്ച് പോയി കണ്ട് കൊടുത്ത ശരി വലിയൊരു ഉപകാരം. ഓപ്പറേഷൻ ചെയ്താൽ ഞാൻ മരുന്ന് കഴിക്കുന്നത് എനിക്കും അറിയില്ലായിരുന്നു. അത്ര അറിയാം. സുഭാഷിനെ മരുന്ന് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. മരുന്ന് നൽകുന്നതിനായി നമ്മുടെ ഏറ്റവും ആരാധ്യനായ ഉദ്ഘാടകൻ ശ്രീ പേനാഥ് സാറിനെ. സുഭാഷ് ഒന്ന് പറഞ്ഞു. മണികണ്ഠനെയും ക്ഷണിക്കുന്നു മരുന്ന് ഏറ്റുവാങ്ങുന്നതിനായി. മരുന്ന് നൽകുന്നതിനായി ശ്രീ പേനാഥ് സാറിനെ. താങ്ക് യു സാർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിയ മുൻപ് പ്രേംനാഥ് സാർ സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സർവീസിലിരിക്കുമ്പോൾ എല്ലാവരും ബഹുമാനിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ ഏറ്റവും ബഹുമാനിക്കപ്പെടാത്ത ഒരു വിഭാഗം പോലീസ് തന്നെയാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ജനമനസ്സുകളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുന്ന മുൻപ് വിശേഷിപ്പിച്ചതുപോലെ കാക്കിക്കൂലിലെ കലാകാരൻ, ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അംഗവും ജനമൈത്രിയുടെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കൂടിയായ ശ്രീ ഹംസ സാറിനെ വളരെ സ്നേഹത്തോടെ ആശംസകൾ അർപ്പിക്കുന്നതായി ക്ഷണിക്കുന്നു. വേദിയിലെ നമ്മുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സമാനതകളിലെ വാക്കുകൾ പറയാനില്ലാത്ത അത്രയും വലിയ വ്യക്തിത്വം സാർ, ഉദ്ഘാടനം കഴിച്ച ഇതിന്റെ മുഖ്യ പങ്കുവയ്ക്കുന്ന ഈ ടീച്ചർ, നമ്മളെ വളരെ രസീതത്തോടെ നമ്മളൊക്കെ അനുസരിച്ച് ബാക്കി എല്ലാം പ്രിയപ്പെട്ടത്. ഞാൻ രമേശ് സാർ കൈ കാണിച്ചു വേണം, കാരണം ഈ സംസാരിക്കാനുള്ള വേദികൾ നിലനിൽക്കുന്ന സമൂഹമാണ്. അപ്പൊ അതിൽ പരമാവധി സംസാരിക്കാൻ കാരണം എപ്പോഴും എന്നെ സാർ വിളിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കൈകാണിക്കും വേണ്ട, എന്നാലും അദ്ദേഹം പറയാൻ ക്ഷണിക്കുമ്പോൾ ആ ഉത്തരവിൽ നിശ്ചയിക്കാൻ കഴിയുന്നില്ല. എന്നാലും
അപ്പോൾ അത് മകരവിളക്ക് സീസൺ ഏറ്റവും നല്ല തിരക്കുള്ള സമയമാണ്. അപ്പോൾ അവിടെ പോയ സമയത്ത് മകരവിളക്കിൻ്റെ സമയത്ത് എനിക്ക് ഡ്യൂട്ടി ആളുകൾക്കിടയിൽ അവിടെ ഭയങ്കര തിരക്കാണ്. പോയിട്ടിലോട്ട് അറിയാം കുഴിയുടെ കുഴി വഴി വീഴിക്കുക എന്നുള്ളത് അന്യോന്യമാക്കുന്ന സ്ഥലമുണ്ടാവും. ശരിക്കും ഒരു സ്വിച്ച് പോലെ താഴെ തോട് വെച്ച് സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ ഈ മകരവിളക്ക് സമയത്ത് ആളുകളുടെ മുഴുവൻ ചുണ്ടില് എന്തായിരിക്കും അറിയാലോ സ്വാമീശ്വരണം അല്ലേ? ഞാൻ ഒരു വിഗ്രഹാരാധന വിശ്വാസിയല്ല. ഞാൻ എന്റെ മതത്തിലെ ഞാൻ വിശ്വാസം കുറവാണ്. എന്നാൽ നമ്മുടെ അതിലും പക്ഷെ എനിക്കുണ്ടായ മാറ്റമുള്ളൂ. ഇതിനിടയിൽ നിന്നപ്പോൾ എന്റെ ചുണ്ടിൽ അറിയാതെ സ്വാമിശ്വരം വന്നു. ഞാൻ അറിയാതെ അനുഭവിച്ചത് ഈ ജനം മുഴുവൻ നമ്മുടെ കാതിലേക്ക് ഇത് ഇങ്ങനെ ചെലുത്തിക്കൊണ്ടിരിക്കുക. അവരുടെ പ്രാർത്ഥനകൾ ഇത് ഞാൻ സത്യമായിട്ടുള്ള അല്ലാതെ പ്രസംഗിക്കാൻ വേണ്ടി ഞാനില്ല. ഇതിങ്ങനെ വന്നപ്പോൾ നമ്മുടെ ചുണ്ടിൽ ഞാൻ അറിയാതെ സ്വാമിശ്വരം സ്വാമിയെ സ്വാമിയെ വന്നു തിരിച്ചറിയിക്കുള്ള വൈകി. അവിടെ എനിക്ക് യാതൊരു വിഷമുണ്ടായില്ല. വിഗ്രഹാരാധനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള സംഭവിച്ചൊന്നുമില്ല. അത് ഭക്തിയുടെ ഒരു നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കുന്ന ഒരു ചടങ്ങായിരുന്നു എന്നതുപോലെ കല്യാണം നടത്തി കൊടുക്കാറുണ്ട്. 4-5 കല്യാണം ഞാൻ മിക്കവാറും പോയിട്ടില്ലാന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇന്ന് കുട്ടികളിൽ വരാൻ കാരണം ശബരിമലയിലെ സന്നിധാനത്തിൽ മകരവിളക്ക് കാണുമ്പോൾ ആളുകൾ ചുറ്റിൽ നിന്ന് പ്രവഹിക്കുന്ന ദൈവികമായ ആ വിളിയുണ്ടല്ലോ, ആ വിളി പോലെ ദൈവം മരുന്നടിക്കപ്പോൾ അതിൽ നിങ്ങളുടെയൊക്കെ ചുറ്റുകളിൽ നിന്നും ഈ ദൈവത്തിന്റെ വിശ്വാസം കൊണ്ടാണ് ഞാൻ ഈ ചടങ്ങ് സത്യമായി ഈ ചടങ്ങിൽ ഞാൻ വരാൻ കാരണം നിങ്ങളുടെയൊക്കെ ചുണ്ടുകളിൽ നിങ്ങളുടെയൊക്കെ ജീവനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ദയാചാർച്ച നടത്തിയ ഈ ഉദ്യമത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നിങ്ങളുടെ ചുണ്ടുകളിൽ നിന്നും ദൈവമെ രക്ഷിക്കുക എന്നൊരു വാക്ക് ദയയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാകണമെന്ന ഉത്തമ വിശ്വാസത്തിൽ ആ പ്രാർത്ഥനയിൽ ഞാനും കൂടി ഉൾപ്പെടുവല്ലോ എന്നുള്ള അത്യാഗ്രഹത്തിന്റെ പേരിലാണ് ഞാൻ പറയാനുള്ളൂ. കൂടുതൽ നീട്ടുന്നില്ല. എന്താണെങ്കിലും ദൈവം സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ചെറിയ വേദിയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ വലിപ്പം കൊണ്ട് 10,000-കണക്കിന് ആളുകളുള്ള ഒരു വേദി പോലെയാണ് ഞാനൊക്കെ സങ്കല്പിക്കുന്നത്. ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇന്ന് നോക്കും ശങ്കരൻ സാർ ജോലികളാണ് വില്ലേജ് ഓഫീസർ സാർ ഇതിവിടെ വരിക. എന്താണ് പ്രത്യേകിച്ച് വ്യക്തിപരമായ നിങ്ങൾക്ക് 12 വരുന്നതല്ലേ ഇന്ന് ലീവ് എടുത്തിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഇന്ന് വെളിയിരിക്കുന്ന ഈ സാധനമാർക്ക് ഞാൻ എന്നെ കണക്കാക്കണം. അടുത്തായിട്ട് പേരുണ്ട എന്ത് വ്യക്തിപരമായ നേട്ടമുണ്ട് ഈ സമൂഹത്തിനകത്തേക്ക് തന്റെ ജീവിത നിയോഗം പോലെ എന്തെങ്കിലും നന്മകൾ ചൊരിഞ്ഞു കൊടുക്കാനുള്ള ദൈവ നിയോഗത്തിന്റെ പേരിൽ ഇവിടെ ഇതിന് ഉപേക്ഷിതരായിരിക്കും ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയി മാറാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ നമുക്കിവിടെ പേരിടാം ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അത് ഇനി നിങ്ങളുടെ ഭാഗത്തുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പ്രേംദാസ് സാറില്ലെങ്കിലും അവരുടെ ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലീസുകാരെ സല്യൂട്ട് ചെയ്യാറിരിക്കുമ്പോ ഭാവിയിൽ സല്യൂട്ട് ചെയ്യാറില്ല എന്നൊക്കെ. ഞാൻ എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ജീവിതം അത് സർവീസ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ശങ്കരജി സാർ കൃഷി ഓഫീസിലായിക്കോട്ടെ, നിങ്ങൾ ഓരോ മേഖലയിലായിക്കോട്ടെ, നാം എന്താണ് സമൂഹത്തിന് കൊടുക്കുന്നത് അത് തിരിച്ചറിയുന്ന ആളുകൾ. പ്രേംദാസ് സാറിന് ഗുണം ചെയ്യുന്ന ആളാണ്. പോലീസിനെ സംബന്ധിച്ച് നല്ലൊരു മനുഷ്യനായിട്ടും നല്ലൊരു ഉപദേശകനായിട്ടും അദ്ദേഹം എപ്പോഴും മാറിയിട്ടുണ്ട്. ഞാനൊക്കെ നന്നായി വായിക്കുന്ന ആളുകളാണ്. എംപിമാരിൽ ചിലരൊക്കെ പോലീസിനെ ഒരു തരത്താണ്ട് കാണുകയാണെങ്കിൽ ഇദ്ദേഹം നമുക്ക് ആവശ്യമായ മാന്യത ഞാൻ അഡ്വൈസ് പോയിട്ടുണ്ട്. ഏതൊരു നമ്മളുടെ പല കൺഫ്യൂഷൻസ് വരുമ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ സർവീസിലിരിക്കുമ്പോൾ നല്ല രീതിയിലായതുകൊണ്ട് അദ്ദേഹത്തിന് നന്മകൾ ഉണ്ടാവുന്നു. ഒരു 60% പോലീസിലായിരിക്കും അദ്ദേഹത്തെ ആഫ്റ്റർ റിട്ടയർമെന്റ് മാനിക്കാതിരിക്കില്ല. ബാക്കി 40% എന്ത് ചെയ്താലും കൂടുതലാത്ത ആൾക്കാരുണ്ട്. ഞാനുമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും എനിക്ക് കിട്ടിയത് ചില ദോഷഫലങ്ങളാണ്. ഗുണം മാത്രമേ ചെയ്തു. അപ്പോ 40% കഴിച്ച് 60% പ്രാർത്ഥന ഞങ്ങൾ ഉണ്ടാവും. പറഞ്ഞ സാഹചര്യം
നമ്മുടെ പ്രവൃത്തിയുടെ ഫലം നമ്മുടെ പരീക്ഷപ്പെട്ടാണല്ലോ വേറെ പറയാനില്ല. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവരും പ്രാർത്ഥന ഞാൻ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സർ. അവിടെ ഇരുന്നെങ്കിൽ ഇതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. നല്ലൊരു കൈയടി അദ്ദേഹത്തിന് കൊടുക്കാം. അടുത്തതായി ചുരുങ്ങിയ വാക്കുകളിൽ ആശംസകൾ അർപ്പിക്കുന്നതിനായി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അഡ്വൈസറി ബോർഡ് അംഗവും ഈ മരുന്ന് നൽകൽ പദ്ധതി എല്ലാ പദ്ധതികൾക്കും സഹകരിക്കുന്നുണ്ടെങ്കിലും ഈ മരുന്ന് നൽകൽ പദ്ധതിയെ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പപ്പേടനെ വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. രണ്ട് പുതിയ വ്യക്തികളാണ് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായി തന്നെ ചെയർമാനും മറ്റുള്ളവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ചെയർമാൻ പറഞ്ഞ പല വാക്കുകൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ ഒരു പ്രസ്ഥാനത്തെ കൊണ്ട് നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന കല്യാണങ്ങളെ കുറിച്ച് വളരെ വിഷമത്തോടു കൂടിയാണ് അദ്ദേഹം പങ്കുവച്ചത്. കാരണം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, അതും പ്രധാനിച്ച് ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറയുമ്പോൾ പല വില്ലേജ് ഓഫീസർമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അവരവരുടെ സമയം കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും സ്ഥലം അളക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ മറ്റുള്ള പരിപാടികളൊക്കെ ഞങ്ങൾ പോയി പറയുകയാണെങ്കിൽ ഇത്ര മണിക്ക് ഞങ്ങൾ വരാം. അവിടെ ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം പോയി അവർക്ക് കിട്ടാവുന്ന പല കാര്യങ്ങൾ കഴിച്ചെടുത്ത് അതിന് മാത്രം സമയം എടുക്കുന്ന പല ആളുകളുണ്ട്. എല്ലാവരും അല്ല, പല ആളുകളും അങ്ങനെയുള്ള ആളുകളാണ്. അതിലെല്ലാം വ്യത്യസ്തമായിക്കൊണ്ടാണ് ഇന്ന് ഈ മനുഷ്യൻ ഞങ്ങളുടെ എല്ലാം എന്താ പറയാ, ഞങ്ങൾക്കെല്ലാം ഒരു വഴികാട്ടിയാണ്. അദ്ദേഹം എടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും ഓരോരോ കാര്യങ്ങളും അത് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുമ്പോൾ അതൊരു എന്താ പറയാ ഒരു നന്മ അല്ലാതെ അതിനൊന്നും ഇതുവരെ ഞങ്ങളുടെ അനുഭവത്തിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ആ കല്ലേറുകൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അദ്ദേഹത്തിനോട് പറയാനുള്ളൂ. ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ കല്ലേറുകൾ വരുമ്പോഴും അതിൽ നിന്നാണ് ഞങ്ങൾ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാകുന്നത്. നാളെ ദയാചാരിറ്റബിൾ വളരെ മഹത്തായ കാര്യം നടക്കാൻ പോവുക. ഞങ്ങൾ കഴിഞ്ഞ മാസം ഇത് തുടക്കം കുറിച്ചെങ്കിലും അതിന്റെ ഔപചാരികമായിട്ടുള്ള എന്താ പറയുക പ്രൗഢി ഗംഭീരമായ ഒരു പരിപാടി നാളെ നടക്കാൻ പോകുന്നത് ആനിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് അവശ്യ കലാകാരന്മാർക്ക് പാലക്കാട് ജില്ലയിലുള്ള 25 അവശ്യ കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങ് നാളെ ഇവിടെ നടക്കാൻ പോവുകയാണ്. അപ്പോ പറഞ്ഞു വന്നത് ഇതും ഒരു കല്ലേറിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു കാര്യമാണ്. അതാണ് ചെയർമാൻ. ദൈവയുടെ ചെയർമാൻ പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെയാണ്. ഒരാൾ കല്ല് കഴിയുമ്പോൾ ആ കല്ലിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് ഒരു പടികൾ കെട്ടിക്കൊണ്ട് ആ പടിയുടെ ചവിട്ടിക്കേറി മുകളിലോട്ട് പോകുന്ന ഒരാളാണ് ദൈവയുടെ ചെയർമാൻ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാണ് ഒരു വിഷമങ്ങളും വേണ്ട, ദൈവയിലുള്ള ഓരോ ആളുകളും അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടാവും. അതുമാത്രമല്ല നാളെ നടക്കുന്ന പരിപാടി ഞാനത് പേര് പറയാനോ ആരെയും വിശ്വസിക്കാനോ വളരെ നിൽക്കുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ദൈവത്താണെന്ന് മനസ്സിലാക്കാതെ അദ്ദേഹത്തിന് അറിയില്ല, ദയയെ കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ട് ചില വിമർശനങ്ങളും ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ദയയെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഇപ്പോ ഇന്നലെ നാളെ നടക്കാൻ പോകുന്ന ആ പരിപാടിയെ കുറിച്ചെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം ആ പറഞ്ഞ ദയയെ കുറിച്ച് പല വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞ ആ മനുഷ്യൻ ദയയുടെ ചെയർമാനെ വിളിച്ച് തെറ്റുപറ്റിപ്പോയതാണ്. എനിക്ക് ദയയെ കുറിച്ച് അറിയാൻ വൈകിപ്പോയി. ഞാൻ ദയയെ കുറിച്ച് അടുത്തറിഞ്ഞപ്പോഴാണ് ദയ എന്താണ്, ദയ എന്ന പ്രസ്ഥാനം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും എല്ലാം മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ അപ്പോഴും ഞങ്ങളുടെ ഒരു ലൈവ് നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹം അപ്പോൾ ആ ലൈവിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ മനുഷ്യൻ തീർച്ചയായും ദയയിലേക്ക് കടന്നു വരും, ദയയിലേക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം നമ്മൾക്ക് വേണ്ടി ചെയ്യുമെന്ന് കൂടെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൂടെ സത്യമാവാൻ പോവുകയാണ്. ഇന്നലെ അത്രമാത്രം വിമർശിച്ച അദ്ദേഹം കൂടെ നമ്മുടെ ദയയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കടന്നു വരുമെന്ന് പറയുന്നത് പോലെ തന്നെ കൂടുതൽ ദൂരേപ്പിക്കുന്നില്ല. ഇന്ന് വളരെ എന്താ പറയുക ദമ്പതിമാരെന്ന് പറയുന്ന രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഉദ്ഘാടനത്തിന് വന്ന വളരെ വ്യക്തിയാണ്. എല്ലാവർക്കും ഈ വേദിയിൽ വന്ന മരുന്നിന്റെ ഉപഭോക്താക്കളെ എല്ലാവർക്കും സർവേശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേദിയിൽ നിന്ന് മാറ്റിയത് എല്ലാവർക്കും ആശംസകൾ പറഞ്ഞു നിർത്തുന്നു. നമസ്കാരം. വളരെ നന്ദി പപ്പേടൻ. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ
ദയാചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങൾക്ക് ഏറ്റവും ഊർജം പകരാനോടെ എത്തി അവർക്ക് പേയ്മെന്റ് വിശേഷിപ്പിച്ചതുപോലെ BSNL റിട്ടയർ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ആ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ആ ഒരു BSNL എന്നുള്ള ശൃംഖലയെ ഏറ്റവും മനോഹരമായിട്ട് തന്റെ ജോലി സമയത്ത് ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ ജയിലിലേക്ക് എത്തിച്ചത് സർ എന്ന് പറയുന്നത് പോലെ ദയയുടെ ശ്രീലകത്തമ്മ എന്ന് പറയുന്ന നമ്മുടെ ഭുവനേശ്വരിയാണ്. ഏതായാലും ദയയുടെ ഒരു ഭാഗ്യം തന്നെയാണ് ഇതുപോലുള്ള അംഗങ്ങൾ ദയയിലേക്ക് എത്തിച്ചേരുന്നത്. അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ രാമചന്ദ്രൻ സാറിനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലെ അപ്പോൾ അതിലൊക്കെ ഉപരിയായിട്ട് മനുഷ്യത്വപരമായിട്ടുള്ള ആ അപ്രോച്ചോടുകൂടി ആ സമീപനത്തോടുകൂടി പ്രത്യേകിച്ച് വ്യക്തികളെ ഏതെങ്കിലും തരത്തിലുള്ള വർണ്ണ വ്യത്യാസങ്ങളൊക്കെ അവരോട് വേർതിരിക്കാതെ മനുഷ്യത്വപരമായി തന്നെ അതിനെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട സേവനങ്ങൾ നൽകാൻ തയ്യാറായിരിക്കുന്ന ഒരു വലിയ നല്ല മനസ്സുള്ള ഒരു വലിയ സമൂഹമാണ് ഇപ്പോൾ ദയയുടെ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇവരൊക്കെ പറയുന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഭുവനേശ്വരമ്മയ്ക്ക് പ്രത്യേകിച്ച് ഈ വേദിയിൽ വെച്ച് ഒരു നന്ദി ഞാൻ പറയുന്നത്. കാരണം അവരാണ് ഏറ്റവും നിർബന്ധിച്ച് കൺവെൻഷപ്പെടുത്താറുള്ളത്. ഇത് ലാസ്റ്റ് ഡേറ്റ് രാമചന്ദ്രേട്ട ഇന്ന് തന്നെ കുട്ടിയോട് പറയുന്നത് വരുന്ന 6 മണിക്കാണ്. നാളെ മുതൽ കൂടുതൽ രാമചന്ദ്രൻ ചേർക്കണം എന്ന് പറഞ്ഞ് ആ വൈകുന്നേരം ചിലപ്പോൾ അത് കൊടുത്തോ പിടിച്ച് അങ്ങനെ നിർബന്ധിച്ച് ചേർക്കണം. ആ നിർബന്ധം തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു നായകനായിട്ട് മാറുമെന്നുള്ള പിന്നെ മറ്റു പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രസംഗിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടാവുന്ന സന്ദർഭത്തിൽ നമുക്ക് അതിൻ്റെതായ വേദികൾ വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകൾ ആ വിഷയങ്ങളെ പറ്റി ആ വിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ദയയുടെ സമീപനത്തെ പറ്റി നമുക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ നന്ദി ശ്രീ രാമചന്ദ്രൻ സർ. അടുത്തതായി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആശംസകൾ അർപ്പിക്കുന്നതിനായി ദയാചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഏറ്റവും ചുറുചുറുക്കുള്ള പ്രവർത്തകൻ ശ്രീ ബിനുവിനെ വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശങ്കർജി, ദീപ ടീച്ചർ, അതുപോലെ ഉദ്ഘാടനം ചെയ്ത ഫൈനാൻസ് സാർ, അതുപോലെ പുതിയ മെമ്പറായിട്ട് രാമചന്ദ്രൻ സാർ, ശ്രീജിത് മഞ്ജുരാജി, പപ്പേട്ടൻ, ബാക്കിയുള്ള കലാകാരൻ ഹംസ സാർ, പ്രമോദ് ജി, ജനാർദ്ദൻ സാർ,
വിജയിപ്പിക്കാൻ രീതിയിൽ അവയവദാനം വരുന്ന വ്യക്തികളെ ഇനി നിർദ്ദേശിക്കുന്ന കർത്തവ്യം ആശംസ അറിയിക്കലാണ്. ഈ മരുന്നിൻ്റെ ഒരു 6ാമത്തെ മാസം നടന്നുകൊണ്ടിരിക്കുന്ന 5 മാസം ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ മരുന്നിൻ്റെ ഒരു ഇതുകൂടാതെ തുടർച്ചയാക്കുവാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അതിനെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഇതിൽ വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി. താങ്ക്സ് ബിനു. നമ്മുടെ അധ്യക്ഷ സ്ഥാനത്തിലുള്ള ശ്രീ പരമ ഉദ്ഘാടകൻ അദ്ദേഹത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങളുടെ മുന്നിൽ അടുപ്പാണ്. കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ അതിനുശേഷമുള്ള ഓരോ പണികളും കൊണ്ടുപോഴും അത് കഴിഞ്ഞാലും നമ്മളെ കണ്ടടുത്ത് ഓടി വന്നു. അതുമാതിരിയുള്ള പല സാമൂഹിക സേവന മാധ്യമങ്ങളിലും മേഖലകളിലും ഒക്കെ അന്ന് മുതൽ തന്നെ ചെറുപ്പകാലത്ത് തന്നെ വളരെയധികം വ്യക്തിമുദ്രം സ്ഥാപിച്ചിട്ട് അവിടെ അതിൻ്റെതായിട്ടുള്ള സാമ്പത്തികമായും സാമൂഹികമായും ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ വളരെ നേതൃത്വം കൊടുത്തിട്ട് മാറിക്കല്ലേ ഇതിനൊക്കെ മുൻപന്തി നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രത്യേക
ഒരു ബാക്ക് ഹിസ്റ്ററി ഉണ്ടാവും. അങ്ങനെയുള്ളവർ മാത്രമേ ഇതുപോലുള്ള ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളിൽ എത്തിച്ചേരുകയുള്ളൂ. നമ്മുടെ ഒരു കഷ്ടപ്പാട് ബുദ്ധിമുട്ട് വേറൊരാൾക്ക് വരരുത് എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. വളരെ നന്ദി മെമ്പർ. അടുത്തതായി അടുത്തതായി മരുന്ന് വിതരണമാണ്. ഇന്നത്തെ ആദ്യത്തെ മരുന്ന് വിതരണം. ഇന്നത്തെ പരിപാടിയില് 2 താരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന, ശരിക്കും നമുക്ക് ബാംഗ്ലൂരിൽ നിന്നുള്ള രത്നങ്ങളാണ് അവര്. ഈ പരിപാടിയിൽ നാളെ അവർ തിരിച്ചു പോവുകയാണ്. പക്ഷെ ഈ മരുന്ന് നൽകൽ പദ്ധതിയിലൂടെയാണ് ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീജിത്ത് ദേവി എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ അഭിലാഷം കൂടിയായിരുന്നു. അപ്പം ഇത്രയും റിസ്ക് എടുത്ത് ഇന്നത്തെ ഈ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ട മാതൃകാ ദമ്പതികൾ മഞ്ജുളിയും ശ്രീജിത്തും, ഈ 2 രത്നങ്ങളെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മരുന്ന് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി വത്സലയെ ക്ഷണിക്കുന്നു. മരുന്ന് നൽകുന്നതിനായി ശ്രീജിത്തിനെയും മഞ്ജുളയെയും ഒരുമിച്ച് ക്ഷണിക്കുന്നു. ഓക്കെ, ശ്രീജിത്ത്. താങ്ക് യു ശ്രീജിത്ത്. അടുത്തതായി മരുന്ന് നൽകുന്നതിനായി പ്രിയപ്പെട്ട മഞ്ജുളയെ ക്ഷണിക്കുന്നു. മരുന്ന് ഏറ്റുവാങ്ങുന്നതിനായി പ്രതീഷിനെയും ക്ഷണിക്കുന്നു. ശ്രീ പ്രതീഷ്. പ്രതീഷ്. നമ്മുടെ കുഞ്ഞുമാലാഖ മൃദുലക്കുട്ടി മരുന്ന് നൽകുന്നതിനായി ശ്രീ മുരളീധരനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്തതായി മരുന്ന് നൽകുന്നതിനായി ദേവാചാര്യ ട്രസ്റ്റിന്റെ അഡ്വൈസറി ബോർഡ് അംഗവും ദേവയുടെ ഫുൾ ടൈം പ്രവർത്തകനായ ഞങ്ങളുടെ ഏവരുടെയും പ്രിയങ്കരനായ ശ്രീ ജനാർദ്ദൻ സാറിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മരുന്ന് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ദേവദാസിനെയും അടുത്തതായി മരുന്ന് നൽകുന്നതിനായി പ്രിയപ്പെട്ട ദേവിയെ ക്ഷണിക്കുന്നു. മരുന്ന് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ രാജനെയും. അടുത്തതായി മരുന്ന് നൽകുന്നതിനായി നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ശ്രീ രാമചന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. മരുന്ന് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ കൃഷ്ണമൂർത്തി അവരുടെയും. മരുന്ന് നൽകുന്നതിനായി ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ കവിത മെമ്പറെ ക്ഷണിക്കുന്നു. മരുന്ന് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ബാബു അവരെ ക്ഷണിക്കുന്നു. അടുത്തതായി മരുന്ന് നൽകുന്നതിനായി നമ്മുടെ കാക്കിയുടെ കരുത്ത് ഇത് കണ്ട പോലീസ് എന്ന് പറഞ്ഞ വ്യത്യസ്തമായി നമുക്ക് അനുഭവങ്ങൾ സംഭവിച്ച സാറിനെ ക്ഷണിക്കുന്നു. മരുന്ന് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ശിവദാസിനെയും ക്ഷണിക്കുന്നു.
all of you. അടുത്തതായി ഈ പരിപാടിയുടെ ഔപചാരികമായ നന്ദിയാണ്. നന്ദി അറിയിക്കാൻ ഇവിടെ എത്തിയ ദൈവം ചേർന്ന അന്ന് മുതൽ ഇന്നോളം ദൈവയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ പരിപാടികളിലും മുന്നോട്ട് നിൽക്കുകയും ഒരു പരിപാടി പോലും മിസ് ചെയ്യാതെ മാത്തൂർ എന്ന സ്ഥലത്ത് ദൈവയുടെ പ്രത്യേകമായ സിഗ്നേച്ചർ പതിപ്പിച്ച മാത്തൂരിന്റെ സ്പന്ദനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ പ്രമോദ് മാത്തൂരിനെ വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ മരുന്ന് പദ്ധതി ആദ്യത്തിലേക്ക് എല്ലാവരും പോകുന്നതൊക്കെ വ്യക്തമാണ്. പക്ഷേ എല്ലാവരും പോകുന്ന ആ ഒരു സന്തോഷം കാണുന്നില്ല. എന്താണ് ഇന്നത്തെ സന്തോഷമില്ല? ഒരു എന്താ പറയുക, പ്രസംഗത ഒന്നും കാണില്ല. ഇതുകൊണ്ട് ആരോഗ്യമില്ല. നിങ്ങൾക്ക് എല്ലാ മാസങ്ങളും കൃത്യമായി പെൻഷൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ടെൻഷനൊന്നും വേണ്ട. എന്നിട്ടും നിങ്ങളുടെ മുഖത്ത് ഒരു പ്രസന്നത വരുന്നില്ല. എന്താണ് കാര്യം? മാസ്ക് വെച്ചാൽ അറിയാതെ ഒന്നല്ല. നമ്മൾ ആ കണ്ണിൽ തിളക്കം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രസന്നതയുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ പറ്റും. ശരി, ഞാൻ കാര്യം ചെയ്യാം. നിങ്ങൾ മാനസികമായിട്ട് എന്താ പറയുക, ടെൻഷനിലായിരിക്കണം, ബുദ്ധിമുട്ടിലായിരിക്കണം. നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് ശ്രദ്ധയിൽ മുന്നോട്ട് പോകാൻ വേഗം നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ കത്തിലേക്ക് നന്ദി പറയാൻ എന്നുള്ളതാണ് എൻ്റെ ഏൽപ്പിച്ച കത്ത്. ആദ്യമായി നമ്മളുടെ സംഘത്തിൽ പോകാൻ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രസിദ്ധ അമരക്കാരൻ സാർ EB രമേശ് സാറിനെയും ദയയുടെ അതുപോലെ നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ പ്രേംനാഥ് സാർ, നമുക്ക് ഉദ്ഘാടനം മാത്രമായിട്ടുള്ള വലിയ നല്ല വാക്കുകളിലൂടെ നമുക്ക് അത്യധികം എനർജി നൽകിയിരിക്കുന്ന പ്രേംനാഥ് സാറിന് ദയയുടെ അതുകൂടാതെ ആശംസ അറിയിക്കാൻ എത്തിയ നമ്മുടെ കാക്കിക്കുള്ള കലാകാരൻ ശ്രീ ഹംസ സാറെ പ്രത്യേകം അതുപോലെ പപ്പേട്ട പ്രത്യേകം നന്ദി അറിയിക്കും. ദയയുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അവരുടെ എന്നറിയപ്പെടുന്ന ദീപടിച്ചത് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അവരുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുകൂടാതെ പെരുകൂട് എത്തിയിരിക്കുന്ന എല്ലാ മെമ്പർമാർക്കും അവരുടെ ബാംഗ്ലൂരിൽ എത്തിയിരിക്കുന്ന ബന്ധുക്കൾക്കും പ്രത്യേകം നന്ദി എല്ലാവർക്കും